ബാർക്കോടിയിൽ കെ മാണിയും പി സി ജോർജും നേർക്കുനേർ. പാർട്ടി നടുക്കടയിൽ നിന്നും അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും പി സി ജോർജ് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ. റിപ്പോർട്ട് പുറത്തുവിടില്ലെന്നും താൻ പറയുന്നത് പാർട്ടി നയമെന്നും കെ മാണി. യോഗത്തിൽ മാണിക്ക് പൂർണ്ണ പിന്തുണ ലഭിച്ചില്ല. മാണി ഇടപെട്ട് യോഗം തിരക്കിട്ട് അവസാനിപ്പിച്ചു. അനാവശ്യമായി ഉണ്ടാക്കിയ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ളൊരു വിവാദം എന്നുള്ളത് ഒഴിച്ചാൽ ഇവിടെ ഒരു ബാർക്കോഴയില്ല. പരിപൂർണമായ വിശ്വാസം കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഇന്ന് പ്രമേയ രൂപേണ ഇവിടെ പ്രകടിപ്പിക്കുകയുള്ളൂ. അത് വേറെ കാര്യമാണ്. അത് ബാർക്കോഴയല്ല. എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ക്രോസ് എക്സാമിനേഷൻ പ്ലീസ് ഞാനൊന്ന് പറയട്ടെ, പറഞ്ഞു കേൾക്കുക. എല്ലാവരും കൂടെയൊക്കെ ചോദിക്കണം. ഒന്ന്, ഞാനിത് മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. ഗൂഢാലോചന എന്ന് പറയുന്നത് ഒരു പൊതുവായിട്ടുള്ളൊരു കാര്യമാണ്. ആ ഗൂഢാലോചന പല വിഷയങ്ങളെ സംബന്ധിച്ച് കേരള കോൺഗ്രസിനെതിരായിട്ടുള്ളൊരു ഗൂഢാലോചന കേരള രാഷ്ട്രീയത്തിൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. അതെവിടെയാണ് അതിൻ്റെ പ്രഭവസ്ഥാനം, എന്താണ്, ഏതാണ്? ഞങ്ങൾക്ക് പ്രാഥമികമായി മനസ്സിൽ ചില ആശയങ്ങളുണ്ടെങ്കിലും അതിനെപ്പറ്റി വിശദമായി ഒന്ന് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. പിന്നെ അത് അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാലും ഞാനൊട്ട് പ്രസിദ്ധീകരിക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞത് പ്രസിദ്ധീകരണത്തിന് വേണ്ടിയല്ല, ഞങ്ങളുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾ മീഡിയക്കാർ അതിനെപ്പറ്റി ചോദിച്ചിട്ട് കാര്യമില്ല. ഞാൻ അതിനോട് റിപ്ലൈയും പറയുന്നതല്ല. അതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ പ്ലീസ്, പാർട്ടിയുടെ നയങ്ങൾ ഞാനാണ് പറയുന്നത്. കേരള കോൺഗ്രസ് ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നു, പാർട്ടിയുടെ നയമായിട്ട് സ്വീകരിച്ചാൽ മതി. ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് കേരള കോൺഗ്രസിൻ്റെ ഇൻറ്റേർണലായിട്ടുള്ള ഒരു അറിവിന് വേണ്ടിയുള്ള ഒരു ഡോക്യുമെൻ്റ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ പ്രസിദ്ധീകരണത്തിന് വേണ്ടിയുള്ളതല്ല. നെൽകർഷകരുടെ പ്രശ്നങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. അതിന് ഒരു കമ്മിറ്റി ഞങ്ങൾ ചുമതലപ്പെടുത്തി. റബ്ബർ കർഷകരുടെ പ്രശ്നമുണ്ട്, വളരെ രൂക്ഷമാണ്. അത് പരിശോധിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ വേറൊരു കമ്മിറ്റി ചെയ്തു. അങ്ങനെ 5 കമ്മിറ്റി. അത് ഞങ്ങൾ പിന്നീട് ചർച്ച ചെയ്യും. അവമതിപ്പിനെ പറ്റി ഞങ്ങൾ പിന്നീട് ചർച്ച ചെയ്യും. അവമതിപ്പൊന്നും ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല. വിശദ യോഗം അത് പാർട്ടി കമ്മിറ്റി എപ്പോഴും കൂടാം, മനസ്സിലായില്ലേ? അത് ഞങ്ങൾ കൂടും, ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്യും. അത് പാർട്ടി ചെയർമാൻ തീരുമാനിക്കും. ഇപ്പോൾ ഇതിന്റെ വിശദാംശങ്ങൾ നൽകാൻ സാലി മുഹമ്മദിച്ചിരിക്കുകയാണ്. സാലി, ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി തനിക്ക് പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുകയാണെന്നും ഉപസമിതി റിപ്പോർട്ട് പുറത്തുവിടവില്ല എന്നും കെ മാണി പറഞ്ഞിരിക്കുന്നു. അതേസമയം തന്നെ നേതാക്കന്മാരുടെ ഇടയിൽ വാക്കുകളിൽ നിന്ന് തന്നെ അഭിപ്രായ ഭിന്നത നമുക്ക് വ്യക്തവുമാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സുരേഷ്, ബാർക്കോഴ വിഷയം ഒരു കാരണവശാലും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന നിലപാടാണ് കെ എം മാണിക്ക് ഇപ്പോഴുള്ളത് എന്ന് വ്യക്തമാക്കുന്നു ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ അദ്ദേഹം എടുത്ത നിലപാട്. ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും അദ്ദേഹം തയ്യാറായില്ല. ബാർ വിഷയം ചർച്ച ചെയ്യണമെന്ന് ശക്തമായി തന്നെ പി സി യോഗത്തിൽ ഉന്നയിച്ചു. പക്ഷേ കെ എം മാണി വഴങ്ങിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗൂഢാലോചന സംബന്ധിച്ച് അന്വേഷിച്ച ഉപസമിതിയുടെ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ജോർജിന്റെ ആവശ്യവും മാണി അംഗീകരിക്കുകയുണ്ടായില്ല. പാർട്ടി പ്രതിസന്ധിയുടെ നടുക്കടലിലാണ് എന്നാണ് പി സി ജോർജ് പറഞ്ഞത്. അതുകൊണ്ട് ബാർ വിഷയം ചർച്ച ചെയ്യുക തന്നെ വേണം. അതിനായി ഹൈ പവർ കമ്മിറ്റിയോ സെക്രട്ടേറിയറ്റോ ഉടൻ വിളിക്കണമെന്നായിരുന്നു ജോർജിന്റെ ആവശ്യം. ഈ ആവശ്യവും മാണി തള്ളുകയാണ് ഉണ്ടായത്. ഒരു ചർച്ചയുടെയും ആവശ്യമില്ല, പാർട്ടിയിൽ അവസാന വാക്ക് തന്റേതാണ് എന്ന നിലപാട് കെ എം മാണി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോടും ആവർത്തിച്ച് വ്യക്തമാക്കി. ഉപസമിതി റിപ്പോർട്ട് പുറത്തുവിടുന്ന പ്രശ്നമില്ല, അത് പാർട്ടിക്ക് അറിയാൻ വേണ്ടി മാത്രം രൂപീകരിച്ച ഉപസമിതിയാണ്. ഒരു കാരണവശാലും അത് പുറത്തുവിടില്ല എന്ന് അസന്നിഗ്ധമായി അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ഈ യോഗത്തിന് ശേഷം തന്നെ പി സി ജോർജ് പറഞ്ഞ ഒരു കാര്യം, ബാർ വിഷയം ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം വിളിക്കുമെന്നാണ്. അതായത് യോഗത്തിന് ശേഷം പാർട്ടി ചെയർമാനും പാർട്ടിയുടെ ഏക വൈസ് ചെയർമാനും പറഞ്ഞത് 2 നിലപാടാണ് യോഗം സംബന്ധിച്ച് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉടൻ യോഗം ചേരും എന്ന് പി സി ജോർജും ഇത് ചർച്ച ചെയ്യാൻ ഇനി യോഗമേ ഇല്ലെന്ന നിലപാട് കെ എം മാണിയും മാധ്യമപ്രവർത്തകർ സ്വീകരിക്കുകയായിരുന്നു. വളരെ പ്രകടമാണ് ഇതിനുള്ളിലെ അഭിപ്രായ ഭിന്നത. മാത്രമല്ല, ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ തോമസ് ഉണ്ണിയാടൻ കെ എം മാണിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു പ്രമേയം അവതരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ പ്രമേയം അവതരിപ്പിക്കുന്നതായി ഉണ്ണിയാടൻ പറഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ ഏതാനും നേരത്തേക്ക് ആരും അതിനെ പിന്തുണയ്ക്കാനോ അംഗീകരിക്കാനോ തയ്യാറായില്ല. പിന്തുണച്ചോ അംഗീകരിച്ചോ അങ്ങനെ ഒരു ആവശ്യത്തെ പിന്തുണച്ചോ ഒരാളും രംഗത്തെത്തിയില്ല. ആ സാഹചര്യത്തിൽ അങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിക്കാൻ പോലും യോഗത്തിൽ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. അതായത് കേരള കോൺഗ്രസിനുള്ളിൽ ബാർ വിഷയത്തിൽ പ്രതീക്ഷിച്ചത്ര പിന്തുണ കെ എം മാണിക്ക് ലഭിക്കുന്നില്ല എന്ന് വളരെ പ്രകടമാക്കുന്നതായിരുന്നു ഇന്നത്തെ യോഗം. സുരേഷ്.
സാലി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. കെ എം മാണിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് രംഗത്ത്. ധാർമ്മികതയുടെ പേരിൽ മാണി രാജിവെക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CR മഹേഷ് ആവശ്യപ്പെട്ടു. മാണിയുടെ ബജറ്റ് അവതരണം നാടകമായിരുന്നു എന്നും മഹേഷ് ചോദിച്ചു. എന്നാൽ തനിക്കെതിരെ ഒരു യൂത്ത് കോൺഗ്രസുകാരനെ വന്നുള്ളൂ എന്ന് മാണി പരിഹസിച്ചു. ജനാധിപത്യത്തിൽ പൊതുപ്രവർത്തകൻ ഉണ്ടായിരിക്കേണ്ടുന്ന ധാർമ്മികതയുടെ അന്തസ്സ് ഉയർത്തുവാൻ ധനകാര്യ വകുപ്പ് മന്ത്രി KM മാണി രാജിവെക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുകയാണെന്ന് അഭിപ്രായപ്പെടുകയാണ്. പരിണതപ്രജ്ഞനായ ഭരണാധികാരിക്ക് സ്വയം തോന്നാത്തതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. കേരളത്തിലെ യുവജനങ്ങളുടെയും പൊതുജനങ്ങളുടെയും അഭിപ്രായമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ CR മഹേഷ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിൽ വളരെ പരിണതപ്രയത്നനായ കേരള രാഷ്ട്രീയത്തിലെ കാരണവരെന്ന് വിശേഷിക്കപ്പെടാവുന്ന ശ്രീ KM മാണി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു ആരോപണത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുകയാണ്. ഇവിടെ ആരോപണ വിധേയനായ ഒരു മന്ത്രിയെ കുറ്റവാളിയായി കാണാൻ UDF തയ്യാറല്ല. KC അബു പറഞ്ഞതും MA വാഹിദ് പറഞ്ഞതും അത് വളരെ ഒഴിവാക്കേണ്ടതായിരുന്നു. പക്ഷേ രണ്ടുപേരും മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് നാക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞു, മാവ് തെറ്റിപ്പോയി എന്ന് പറഞ്ഞു, അവർ മാപ്പ് പറഞ്ഞു കഴിഞ്ഞു. അവർക്ക് ബോധ്യമായിരിക്കുന്നത്. ബിജിമോളുടെ പരാതിയിൽ KC അബു, വാഹിദ് MLA, മന്ത്രി ഷിബു ബേബി ജോൺ എന്നിവർക്കെതിരെ കേസെടുക്കും. DGPക്ക് ലഭിച്ച നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഗവൺമെന്റ് പ്ലീഡറാണ് DGPക്ക് നിയമോപദേശം നൽകിയത്. ES ബിജിമോൾ MLA നൽകിയ പരാതിയിന്മേൽ മന്ത്രി ഷിബു ബേബി ജോൺ, MA വാഹിദ് MLA, കോഴിക്കോട് DCC പ്രസിഡന്റ് KC അബു എന്നിവർക്കെതിരെ കേസെടുക്കാമെന്ന് നിയമോപദേശത്തിൽ ചൂണ്ടിക്കാട്ടി. ES ബിജിമോളുടെ പരാതിയിന്മേൽ FIR രജിസ്റ്റർ ചെയ്യണം. തുടർ നടപടികൾ സ്പീക്കറോട് ആലോചിക്കണം. കേസെടുത്തില്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ 6 മാസം വരെ തടവ് ലഭിക്കാമെന്നും നിയമോപദേശത്തിൽ പറയുന്നു. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യും. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കായിരിക്കും അന്വേഷണ ചുമതല. അതിനിടെ മന്ത്രി ഷിബു ബേബി ജോൺ KC അബുവിന് വക്കീൽ നോട്ടീസ് അയച്ചു. ഈ വളരെ മോശപ്പെട്ട പൊതുവെ ബിജിമോളെ കുറിച്ചും അതുപോലെ തന്നെ എന്നെയും അധിക്ഷേപിക്കുന്ന നിലയിലേക്കുള്ള പരാമർശം നടത്തിയതിന് മാത്രമല്ല, അറിഞ്ഞുകൊണ്ട് ഈ ഒരു ഇതിനു വേണ്ടി മോശപ്പെട്ട പരാമർശത്തിന് വേണ്ടി എൻ്റെ പേരൂടെ ഉപയോഗിച്ച പശ്ചാത്തലത്തിൽ ശ്രീ KC അബുവിനെതിരെ വക്കീൽ നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് അടിയന്തരമായി തന്നെ ആ നടപടിയുമായി മുന്നോട്ട് പോകുന്നതായിരിക്കും. എന്നാൽ MA വാഹിദ് MLAക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഷിബു ബേബി ജോൺ തയ്യാറായില്ല. UDF നേതാക്കളുടെ സമ്മർദ്ദത്തിന് ഷിബു ബേബി ജോൺ വഴങ്ങുകയായിരുന്നു. അതിനിടെ KC അബുവിനെയും MA വാഹിദ് MLAയെയും മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞു. കോൺഗ്രസിന് ചേർന്ന ഒരു പരാമർശങ്ങളല്ല ഇതൊന്നും. അതൊരു കോൺഗ്രസ്സുകാരിൽ നിന്നുണ്ടാകാൻ പറ്റില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനേക്കാൾ മോശപ്പെട്ട പ്രതികരണം പല ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. അത് കോൺഗ്രസിന് ആ നടപടി സ്വീകരിക്കാനാവില്ല. നിയമസഭയിൽ വനിതാ MLAമാരെ അപമാനിച്ച സംഭവത്തിൽ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് V ശിവൻകുട്ടി വീണ്ടും സ്പീക്കർക്ക് പരാതി നൽകി. സ്പീക്കർ നടപടിയെടുത്തില്ലെങ്കിൽ പരാതി എത്തിക്സ് കമ്മിറ്റിക്ക് വിടണമെന്നും ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. നിയമസഭയിൽ നടന്ന സംഭവത്തെക്കുറിച്ച് പുറത്ത് പ്രതികരിക്കുന്നില്ലെന്നായിരുന്നു സ്പീക്കർ N ശക്തന്റെ മറുപടി. സഭയിലെ കാര്യമൊന്നും ചോദിക്കാനും ഞാൻ പറയില്ല. ES ബിജിമോളിന് പുറമെ മറ്റ് വനിതാ MLAമാരും വരും ദിവസങ്ങളിൽ പോലീസിന് പരാതി നൽകും. തിങ്കളാഴ്ച നടക്കുന്ന LDF യോഗത്തിന് ശേഷമായിരിക്കും പോലീസിന് പരാതി നൽകുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബിജിമോളുടെ പരാതിയെ നിയമപരമായി നേരിടുമെന്ന് ഷിബു ബേബി ജോൺ. സ്ത്രീകളെ രണ്ടാം തരക്കാരായി കാണുന്നതാണ് കോൺഗ്രസ് സംസ്കാരമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കോൺഗ്രസ് നേതാക്കളുടേത് അപരിഷ്കൃത പ്രസ്താവനയെന്ന് ബൃന്ദ കാരാട്ടും പറഞ്ഞു. ഇതൊരു ലീഗൽ പ്രോസസ്സാണ്. തീർച്ചയായിട്ടും ഞാനും നിയമപരമായി തന്നെ എന്താ സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇങ്ങനെ നഗ്ന നേത്രങ്ങളിൽ തന്നെ എല്ലാവരും കണ്ട ഒരു കാര്യത്തിന് ഈ നിലയിലുള്ള ഒരു പ്രൊസീജിയറുമായി പോകുമ്പോൾ അത് നിയമപരമായി തന്നെ അതിനെ നേരിടാൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പാർട്ടിയായിട്ട് ആലോചിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. സ്ത്രീകളെ രണ്ടാം നിലക്കാരായിട്ട് കരുതുന്ന കോൺഗ്രസിൻ്റെ സംസ്കാരമാണ് ഒരു മന്ത്രിയെ പോലുള്ള ആളുകൾ ഇങ്ങനെ പരാമർശം നടത്തുന്നത്. അത് തന്നെ സ്ത്രീ വിരുദ്ധമാണ്. സമൂഹത്തിൽ സ്ത്രീ തുല്യതയ്ക്ക് വേണ്ടി വാദിക്കുന്ന നമ്മളൊക്കെ സ്ത്രീകളെ രണ്ടാം നില പൗരന്മാരായിട്ട് കാണാൻ പാടില്ല. His remarks are vulgar in the extreme, and it shows the degeneration of political discourse by Congress leaders in Kerala.
പ്രശസ്ത കവിയും ഗാനരചയിതാവുമായി യൂസഫ് അലി കേച്ചേരി അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സാഹിത്യ അക്കാദമി മുൻ അധ്യക്ഷനായിരുന്നു. വിശദാംശങ്ങളുമായി ദിനകർ ചേരുകയാണ്. ദിനകർ, മൃതദേഹം സ്വദേശമായ തൃശൂരിലെ കേച്ചേരിയിലേക്ക് കൊണ്ടുപോയോ? മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? സുരേഷ്, ഇന്ന് വൈകിട്ട് 5:30 കൂടിയാണ് പ്രശസ്ത ഗാനരചയിതാവും കവിയുമായ യൂസഫ് അലി കേച്ചേരി അന്തരിച്ചത്. ന്യൂമോണിയ ബാധയെ തുടർന്ന് ആഴ്ചകളായി അദ്ദേഹം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കൂടിയായിരുന്നു അദ്ദേഹം. 1934 മെയ് 16 തൃശ്ശൂരിലെ കേച്ചേരിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. തൃശ്ശൂരിൽ നിന്നും എത്തുന്ന ആംബുലൻസിലായിരിക്കും അദ്ദേഹത്തിന് മൃതദേഹം അവിടേക്ക് കൊണ്ടുപോവുക. മരണസമയത്ത് മക്കളും ഭാര്യയും ഒപ്പമുണ്ടായിരുന്നു. കേച്ചേരി ചീമ്പയിൽ അഹമ്മദിന്റെയും നജക്കുട്ടി ഉമ്മയുടെയും മകനായിട്ടാണ് ജനനം. നജ്മക്കുട്ടി ഉമ്മയുടെയും മകനായിട്ടായിരുന്നു ജനനം. കേരള വർമ്മ കോളേജിൽ നിന്നും BA പാസ്സായതിനു ശേഷം അദ്ദേഹം BL കരസ്ഥമാക്കി. പിന്നീട് അഭിഭാഷകനായി അല്പകാലം ജോലി നോക്കി. സംസ്കൃതത്തിൽ ഗാനങ്ങൾ എഴുതിയിട്ടുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം. സംസ്കൃത പണ്ഡിതൻ കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ആദ്യ ഗ്രന്ഥം സൈനബയാണ്. നിരവധി ചിത്രങ്ങൾക്ക് ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്നും പിറന്നിട്ടുണ്ട്. മലയാളത്തിലെ പ്രശസ്തമായ പല ചലച്ചിത്രങ്ങൾക്കും അദ്ദേഹം ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. മൂടുപടം, ഈറ്റ, ശരപഞ്ചരം, പിൻനിലാവ്, ഇതിലെ ഇനിയും വരൂ, ധ്വനി, പട്ടണപ്രവേശം, ഗസൽ, സർഗം തുടങ്ങിയവ അതിലെ പ്രധാനപ്പെട്ട ചില ചിത്രങ്ങൾ മാത്രമാണ്. അതോടൊപ്പം തന്നെ 3 സിനിമയും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. അത് വനദേവത, മരം, നീലത്താമര എന്നീ ചിത്രങ്ങളായിരുന്നു അത്. എന്തായാലും ഏകദേശം ഒരു 8:30 അല്ലെങ്കിൽ 9 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ മൃതദേഹം ഇവിടെ നിന്നും വസതിയിലേക്ക് കൊണ്ടുപോകും. നാളെ 4 മണിയോടുകൂടിയായിരിക്കും സംസ്കാരം നടക്കുക. ഔദ്യോഗിക ബഹുമതികളോടുകൂടിയായിരിക്കും സംസ്കാരം നടക്കുക എന്നും മന്ത്രി K. ബാബു അറിയിച്ചു. KG ദിനകരാണ് വിശദാംശങ്ങൾ നൽകിയത്.